നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. പാലക്കൽ പൂരം ആരംഭിച്ചു. വരന്തരപ്പള്ളി പാലക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം ആരംഭിച്ചു. ഇന്ന് രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം എഴുന്നള്ളിപ്പ് നടന്നു. പഞ്ചവാദ്യത്തിന് കലാമണ്ഡലം മോഹനന്മാരാർ നേതൃത്വം നൽകി. ഉച്ചതിരിഞ്ഞ് 3 മുതൽ 4:45 വരെ കരയോഗങ്ങളുടെ പൂരം വരവ്. വൈകിട്ട് 5 മുതൽ 7 വരെ എഴുന്നള്ളിപ്പ്. പാണ്ടിമേളം. വൈകിട്ട് 6:30 ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല. 7 മുതൽ കേളി, കുഴൽപ്പെറ്റ്, കൊമ്പുപറ്റ്, അത്താഴപൂജ, തുടർന്ന് തായമ്പക. രാത്രി 8 കൊച്ചിൻ ഡ്രീംസ് അവതരിപ്പിക്കുന്ന സൂപ്പർ ഷോ മസാല. 10:30 11:30 ഇടയിൽ മഹാഗുരുതി. വ്യാഴാഴ്ച പുലർച്ചെ 1:30 മുതൽ 3:30 വരെ കരയോഗങ്ങളുടെ പൂരം വരവ്. 4 മുതൽ 6 വരെ എഴുന്നള്ളിപ്പ്. രാവിലെ 6:30 ഹരിത ആയുർവേദ കമ്പനി കുളത്തിൽ നിന്ന് ആറാട്ട്. ശേഷം ആറാട്ട് കഞ്ഞി വിതരണം, തിരിച്ച് എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടാകും. ഇന്നലെ നടന്ന താലിവരവ് വർണ്ണാഭമായി. വൈകിട്ട് 5:30 തെക്കുമുറി ഐക്കരക്കുന്ന് മണലിക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് താലിവരവ് പുറപ്പെട്ടത്. തുടർന്ന് ചെറുമടത്തിൽ ധർമ്മദേവതാ ക്ഷേത്രത്തിൽ നിന്ന് പള്ളിവേട്ടയ്ക്ക് എഴുന്നള്ളിപ്പ് ചടങ്ങുകൾ നടന്നു. ആമ്പല്ലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ 28 ഉച്ചാൽ ആഘോഷത്തിന് തുടക്കമായി. ഉച്ചാൽ ദിനത്തിൽ രാവിലെ നിർമാല്യ ദർശനം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഉഷപൂജ, ശ്രീഭൂതബലി, ശീവേലി, മേളം എന്നിവയുണ്ടായി. പ്രസാദ ഊട്ടും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിന്ന് കാഴ്ച ശീവേലി, പല്ലാവൂർ ശ്രീധരന്മാരാർ പ്രാമാണികനായ പഞ്ചവാദ്യം എന്നിവയും നടന്നു. വൈകിട്ട് 5 കൂട്ടിയെഴുന്നള്ളിപ്പ്. കേളത്ത് സുന്ദരന്മാരാരുടെ നേതൃത്വത്തിൽ മേളം. 6:30 ദീപാരാധന. ശേഷം നാട്യതരംഗം, നൃത്തനൃത്യങ്ങൾ. തായമ്പക. പുലർച്ചെ 2 എഴുന്നള്ളിപ്പ്. 3 ക്ഷേത്രനടയിൽ പഞ്ചവാദ്യം. 5 കൂട്ടിയെഴുന്നള്ളിപ്പ്. 6 കളമെഴുത്ത്. തുടർന്ന് വേലവരവ് ചടങ്ങുകൾ ഉണ്ടായിരിക്കും. തൊട്ടിപ്പാൾ പുതുപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു. ഗണപതി ഹോമം, കലശപൂജ, അഭിഷേകം, കളമെഴുത്തുപാട്ട്, പറനിറപ്പ്, എഴുന്നള്ളിപ്പ്, മേളം, തായമ്പക, ഗുരുതി എന്നിവയുണ്ടായി. എഴുന്നള്ളിപ്പിന് ബാസ്റ്റ്യൻ വിനയസുന്ദർ ഭഗവതിയുടെ തിടമ്പേറ്റി. മേളത്തിന് കൊടകര ഉണ്ണിയും തായമ്പകയ്ക്ക് അരുൺ പാലാഴിയും നേതൃത്വം നൽകി. കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കൺവെൻഷൻ DCC ജനറൽ സെക്രട്ടറി KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. UDF ചെയർമാൻ KL ജോസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധൻ കാരയിൽ, വൈസ് പ്രസിഡന്റുമാരായ ഷാജു കാളിയേങ്കര, അനിൽ കുനിയത്ത്, പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു, VK വേലുക്കുട്ടി, ജസ്റ്റിൻ ആറ്റുപുറം, ലൂവീസ് പൊന്തോക്കൻ എന്നിവർ പ്രസംഗിച്ചു. പുതിയതായി ചാർജെടുത്ത DCC സെക്രട്ടറി KM ബാബുരാജിന് സ്വീകരണം നൽകി. രാജ്യത്തെ കേന്ദ്ര തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും സംയുക്തമായി പ്രഖ്യാപിച്ച പൊതുപണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ കോഡുകൾ പിൻവലിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. 10 ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച പൊതുപണിമുടക്കിൽ 30 കോടി തൊഴിലാളികൾ പങ്കെടുക്കുമെന്ന് തൊഴിലാളി സംഘടനകൾ അറിയിച്ചു. രാത്രി 12 മണിക്ക് ആരംഭിക്കുന്ന 24 മണിക്കൂർ പണിമുടക്ക് നാളെ അർദ്ധരാത്രി 12 മണി വരെയാണ്.
സ്വകാര്യ ബസ് KSRTC ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ ഗതാഗതം സ്തംഭിക്കും. പാൽ വിതരണം, പത്രങ്ങൾ, ആശുപത്രികൾ, മെഡിക്കൽ സ്റ്റോറുകൾ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസുകൾ, ആംബുലൻസുകൾ എന്നിവ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മഹിളാ കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കൺവെൻഷൻ DCC ജനറൽ സെക്രട്ടറി KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രജനി സുധാകരൻ അധ്യക്ഷയായിരുന്നു. UDF ചെയർമാൻ KL ജോസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധൻ കാരയിൽ, DCC സെക്രട്ടറി സെബി കൊടിയൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയേങ്കര, മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് റെജി ജോർജ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപറമ്പിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജോളി ചുക്കിരി, ബിന്ദു ഷാജു എന്നിവർ പ്രസംഗിച്ചു. പുതിയതായി തെരഞ്ഞെടുത്ത DCC ജനറൽ സെക്രട്ടറി KM ബാബുരാജിനും പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബുവിനും കൺവെൻഷനിൽ സ്വീകരണം നൽകി. വരന്തരപ്പള്ളി സ്റ്റേഷൻ റൌഡിയും നിരവധി കേസുകളിൽ പ്രതിയുമായ മുപ്ലിയം വെള്ളാരപ്പാടം സ്വദേശി അപ്പോഴം വീട്ടിൽ ലാലപ്പൻ എന്നറിയപ്പെടുന്ന വിഷ്ണുലാലിനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. 28 വയസ്സാണ്. കൊടകര, വെള്ളിക്കുളങ്ങര, തൃശൂർ വെസ്റ്റ്, പേരാമംഗലം എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ 4 വധശ്രമ കേസിലും 4 അടിപിടി കേസിലും ഉൾപ്പെടെ 10 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് വിഷ്ണുലാൽ. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO KN മനോജ്, GASI മുരുകദാസ്, GSCPO രഞ്ജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ജില്ലയിലെ ISO ലഭിച്ച മികച്ച പഞ്ചായത്തിലൊന്നായ അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിൽ ആന്ധ്രാപ്രദേശിലെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. ISO 9001-2015 ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. റെക്കോർഡ് റൂം മാനേജ്മെന്റിനെക്കുറിച്ചും മാലിന്യ സംസ്കരണത്തെക്കുറിച്ചും ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PB സുഭാഷ്, പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി എന്നിവർ ప్రవర్తనകളെക്കുറിച്ച് విశదీకరించు. డెవలప్మెంట్ ఫండ్ అని సెపరేట్ ఉంటుంది, సెక్టరల్ ఫండ్ ఇవన్నీ ఉంటాయి. కాకుండా వీళ్ళు వర్క్ సోర్స్ 16 వాట్ ఈస్ ద 15 ఫైనాన్స్ గ్రాంట్ అయ్యా. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,530 രൂപയും പവന് 1,16,240 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.